Okay, Shrisha, good morning. Okay, Diana, morning. Okay, Mary Stella, Needu, morning. Okay, Avarna, morning. Yes. No, Michelle. Let us start. Okay. Very good. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയുന്നത്. യെസ്, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഒന്ന് രണ്ട് പേരൊക്കെ അന്ന് വളരെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളന്ന് അന്നേരത്തെ പറഞ്ഞിരുന്നു ഓക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇന്ന് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം എന്ന് പറഞ്ഞിരുന്നു. ആം ഐ റൈറ്റ്? ഓക്കെ. അപ്പൊ ആരാണ് ആദ്യം പറയുന്നത്? നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലെടുത്ത് പറഞ്ഞാലും മതി. ഐശ്വര്യ. യെസ്. ഐശ്വര്യമായിട്ട് ആരംഭിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചത്. ഓക്കെ. അപർണ കയ്യിലുണ്ടോ? യെസ്. അപർണ. യെസ്. ഓക്കെ. ഇനി ഞാൻ ഓക്കെ അപർണ. ഓക്കെ. മേരി സ്റ്റെല്ല, മിരാൻഡ. സോറി ഇത് നേരത്തെ വന്ന ടീച്ചർ ഓൺ ആക്കിയിട്ടുണ്ടായില്ല. ഓക്കെ സോറി. അപ്പൊ ഐശ്വര്യ ആരംഭിച്ചു. ഐശ്വര്യ. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ ഐശ്വര്യ പറഞ്ഞോളൂ. സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ? Good morning. I am Aishwarya. I am coming from Cheranallur. I currently studied hospital administration course in Smart 3. I complete my BCom, graduation in taxation. Yes. My hobbies are preparing new items, food items. Yes. Means cooking. Very little in reading. Yes. My family. I am married. Yes. In my house, father, mother, and my husband.
Yes. My past work experience in Suzuki two-wheeler service center has billing staff. Yes. That's all. Thank you. Okay, okay, very good, very good. Actually, അതൊന്ന് മനസ്സിൽ നിന്ന് ഇപ്പൊ എടുത്ത് കുറച്ച് പറഞ്ഞാണല്ലേ? അതെ അതെ. ഓക്കെ 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 ഓക്കെ. അത് നമുക്ക് പറയുമ്പോൾ അതിന്റെ ഫ്ലോയുടെ ഇടക്കിടക്കൊക്കെ ഒന്ന് തടയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എഴുതാൻ വിട്ടുപോയി സാർ അത്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഒന്ന് എഴുതി റെഡി ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായി. ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്, ശരിയാ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എഴുതി വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്റ്റൈലായിട്ട് അങ്ങോട്ട് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഐശ്വര്യക്ക് ശേഷം ഞാൻ വിളിച്ചത് ആരെയായിരുന്നു? ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. ഐശ്വര്യക്ക് ശേഷം വിളിച്ചത് ആരാണ്? ഐ ആം റെഡി എന്ന് പറഞ്ഞത്. മൈക്ക് യെസ്, പറഞ്ഞോളൂ. അപർണ പറഞ്ഞോളൂ. Good morning, sir. Good morning. First, I would like to thank you for giving me the opportunity to introduce myself. Yes. I am Abarna. I am from Thrissur. Regarding my education, I have completed my BCA from St. Aloysius College in the year 2012. Then I completed 1 year software course. After that, I worked as a software developer as well as teacher. After that, I had to take a break in my career due to some personal issues. Now I am a housewife and currently I am doing hospital administration course. My strengths are I am quick learner, passionate, flexible, and dedicated. I can adapt any situation. I am a self-motivated person who like to take up new challenges in both personal and professional life. Yes, I have a software background. I can handle anything related to system. My weakness is I am self-critics. I spend my leisure time watching cooking videos and playing with my kids. Apart from this, my short-term goal is to kickstart my career. Yes. Thank you, sir. Okay, okay, okay. Very good, very good, very good. Last that is all about myself. Okay. ഇത് തോന്നി മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങളാണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഒരാള്, അപർണ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യൂ, റിജക്ട് ചെയ്യൂ? യെസ് അല്ല, ഒരു നിമിഷം നമ്മളൊന്ന് നോക്കും. ആ കുട്ടിക്ക് വേറെ എന്താ പറയാനുള്ളത് നമ്മൾ നോക്കില്ലേ? യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് പ്രിപ്പറേഷൻ അപർണ, വെരി ഗുഡ്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് സംഗതി വേണ്ടത്. അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് തോന്നണം കൊള്ളാലോ എന്നൊരു ഫീലിങ്സ്, ഒരു പോസിറ്റീവ് സൈഡ് തോന്നണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അപർണ പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിനും അനുസരിച്ച് മാറി അഡ്ജസ്റ്റ് ചെയ്തോളാം, എല്ലാ ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജോലി കൊടുക്കാതെ നിൽക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡന്റ് ആവും. ഓക്കെ, വെരി ഗുഡ് അപർണ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ആരാണ്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പറഞ്ഞത്. Good morning, sir. Good morning. First of all, thank you for giving me this opportunity to introduce myself. Yes. My name is Srilakshmi. I am from Kollam. I did my graduation in BA Economics from Kerala University. My strength is I am a self-motivated and smart working. My short-term term is get slow. That's all about me. Thank you, sir. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ചുകൂടി പെടുത്താമായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മി. കൊള്ളാം, പറഞ്ഞു വന്നത് സ്റ്റൈലായിട്ട്. എനിക്ക് ഇപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് തയ്യാറാക്കിയതാന്ന് തോന്നുന്നു അല്ലേ?
Okay. ഓക്കെ ഓക്കെ ഡീലാണ് എവിടെ പഠിച്ചു, പിന്നെ മോട്ടിവേഷൻ എന്താണ്, ലീഷർ ടൈം എന്താണ്, ഹോബി എന്താണ്. യെസ്, ഓക്കെ ഓക്കെ. ഏതൊക്കെ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്തെല്ലാം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അതും കൂടിയൊക്കെയാണ് ഉൾപ്പെടുത്തുക. ഓക്കെ ശ്രീലക്ഷ്മി, ഹവർ ആക്ടിവിറ്റീസ് വെരി ഗുഡ്, വെരി ഗുഡ്. ശിശിര, ശിശിര. യെസ്, പറഞ്ഞോളൂ ശിശിര. Yes. My name is Shishira. I am from Thrissur. I Yes. did my graduation in Calicut University. Yes. Now I am studying hospital administration course. Yes. I have a small family. Yes. Father, mother, and I have a brother. Yes. ഇനി എന്തെങ്കിലും ശിശിര? അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അവസാനിപ്പിക്കുമ്പോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞു. പിന്നെ അവസാനിപ്പിച്ചില്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശിശിര കുഴപ്പമില്ല. പക്ഷെ ശിശിരക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയുള്ള പോലെ തോന്നി. ഭയങ്കര ടെൻഷനോ പേടിയോ ഉള്ള പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ പേടിക്കൊന്നും വേണ്ട, അത് വായിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുത്ത് ഉൾപ്പെടുത്തുക. ഓക്കെ, വെരി ഗുഡ്. ജിനിഷ ബീവി. യെസ്. ഓക്കെ, ശുഷ. എഴുതി വെക്കണമെന്നും പറ്റില്ല, കയ്യിൽ നിന്ന് പറഞ്ഞാലും മതി. ആതിര രാജ്. Yes, sir. പറഞ്ഞോളൂ. Good morning, sir. First of all, thank you for giving me this opportunity to introduce myself. My name is Adira Raj. I am from Cochin, Queen of Arabian Sea. I have completed my medical scribe course from Vivakristo International, and I am graduated from Cochin College, BCom Corporation. And my family consists of 4 members, and my hobbies are watching movies, cooking and baking, and I am a cook leader and can understand new concepts and ideas easily, and I think this is great opportunity for me to begin my career. That's all about me. കൺക്ലൂഷനിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. I think that it is a big opportunity for me to start my career. Okay, അപ്പോ ജോലി തരുന്ന ആൾക്ക് നിങ്ങളെ കുറിച്ച് കൊള്ളാം എന്നൊരു തോന്നൽ വരും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനിത് പറയുന്നതേ വേറെ പറഞ്ഞ ആൾക്കാർക്ക് ഇതിൽ നിന്നുള്ള ചില പോയിന്റുകളൊക്കെ നിങ്ങൾ കുറിച്ച് വരും. അത് ഇവിടെ പറയാനല്ല, ജീവിതത്തിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവിടെ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഡയാന റെനീഷ്. യെസ്. മാർട്ടിൻ എം വി. Good morning. Okay. I am Martin MB from Kasaragod district. I completed graduation in BBA. There are from 5 members at home, father, mother and 2 brothers. I like to play cricket, football, basketball, chess, table tennis and volleyball. That's all. Okay. ജോലി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിമാർക്കബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം. ഓക്കെ, നേരത്തെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതിൽ നിന്നുള്ള 2-3 പോയിന്റ് കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അക്ഷയ് സുരേഷ്. Hi, yes, good morning, sir. Very good. Continue. Good morning, sir. My name is Akshay Suresh. I am studied in Sri Vivekananda College in Department in Physics. I am from Thrissur. So I am looking forward to get career in medical field. So I take hospital administration as my course for career.
Now I'm continuing with the course. After that, I need to look after for my job. യെസ്, കുറച്ചുകൂടി ഡീറ്റെയിൽസ് കേൾക്കാമായിരുന്നു കേട്ടോ അക്ഷയ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ Yes, sir. ഈ വന്നിരിക്കുന്ന സ്ഥാപനം, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോ അവരൊന്ന് പ്ലേസ് ചെയ്ത് രണ്ടുകൂടെ ഡയലോഗ് വരാൻ വേണം. ഇവിടെ നേരത്തെ ഒരാൾ ആതിര രാജാണ് പറഞ്ഞപ്പോൾ സെന്റൻസ് ലാസ്റ്റ് പറഞ്ഞു, ഐ ഫൈൻഡ് ഇറ്റ് ആസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് മൈ കരിയർ. ആ ഒരു സംഗതി ആ കുട്ടി അവിടെ പറഞ്ഞു, അതൊരു രസമായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതുപോലെ ഒന്ന് അവരൊന്ന് പരിപോഷിപ്പിച്ചേക്കാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ യെസ്. സജിത. വിമൽ രാജ്. സുനൈന. സാദിര. Sir, സുനൈന പറഞ്ഞോളൂ. സുനൈന. good morning, sir. It's Good my morning. pleasure to introduce myself to you. I am Yes. Sunaina M. I am from Bukatipadi in Ernakulam Okay. district and a Yes. family of 4. I am 26 years old. I have done my bachelor degree in economics from MG University. My strengths are hardworking and self-motivated. Yes. My hobby is listening music. My short-term goal is to get a job in a reputed company. That's all about me. Thank you. ഓക്കെ 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 ഓക്കെ. സുനൈന കൊള്ളാം. കുറച്ചും കൂടി കോംപ്രഹൻഷൻ അവിടെ കുറച്ചും കൂടി ആഡ് ചെയ്തു, വിവരങ്ങൾ ആഡ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ആതിര ആനന്ദ്. Good morning, sir. ഓക്കെ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. I am Adira, coming from Vattangulam. I have completed a BBA degree from Calicut University, and still I am studying hospital administration course, and also completed the foreign accounting courses. My family is father, mother, and one sister. My hobby is I am a singer യെസ്. and playing shuttle bat. യെസ്. Thank you, sir. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ കയ്യിൽ നിന്ന് ഒക്കെ റെഡിയാക്കിയെന്ന് തോന്നല്ലേ അതിന്? യെസ്. അപ്പൊ കുഴപ്പമില്ല, അത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആവും. ഇവിടെ ഓരോരുത്തർ പറഞ്ഞതിനൊക്കെ ഓരോ പോയിന്റുകളൊക്കെ ഇഷ്ടപ്പെടുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മുഷീന. TBCH. യെസ്. ശരണ്യ മോൾ. ശരണ്യ മോൾ. Good morning, sir. ഓക്കെ ഓക്കെ, ശിക്ഷ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ്. Good morning, sir. First of all, thank you for giving me this opportunity to introduce myself. My name is Susha. Yes. I'm from Churali. I have a wonderful joint family. There are 6 members in my family: father, mother, husband, and 2 daughters, and me. I did my graduation in BA English Literature from Kannur University. I have completed my PG in Kannur Talab. My strength is I am self-motivated. My hobbies are reading book, dancing, cooking. Yes.
ഓക്കെ ഓക്കെ, ഒരു കൺക്ലൂഷൻ വരുത്തായിരുന്നു സുഷ. അതായത് ഈ ജോലിക്ക് ഞാൻ വന്നത് ഇന്ന കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യായിരുന്നു കേട്ടോ. കൺക്ലൂഷൻ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളറിയില്ല എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു എക്സ്പാൻഷൻ, ഒരു കൺക്ലൂഷൻ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, പിന്നെ ഒന്ന് റെഡ്യൂസ് ചെയ്തു. അങ്ങനെ ആ രീതിയിൽ വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ സുഷ പറഞ്ഞിട്ട് ഇനിയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ളവര്? നേരത്തെ ആ പേര് വിളിച്ചിട്ടും ആ സമയത്ത് പറയാതിരുന്നവർക്ക് ഇപ്പൊ ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം. യെസ്, ഓക്കെ സുഷ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഒരു കുഴപ്പം. ഇത് ഒന്നുകൂടിയൊക്കെ നിന്ന് ഡെവലപ്പ് ചെയ്ത് മറ്റുള്ളവർ പറഞ്ഞ പോയിന്റ് ഒക്കെ സ്വീകരിച്ച് അത് ഒരെണ്ണം റെഡിയാക്കി തയ്യാറാക്കി വെച്ചിട്ട് അത് ഒന്ന് പഠിച്ചു വെച്ചോ. ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വായിക്കുന്ന പോലെ തോന്നി. വായിക്കുന്ന പോലെ നമുക്ക് തോന്നരുത്, പറയുന്ന പോലെ. അതായത് മനസ്സിൽ സംഗതി പഠിച്ചു വെച്ചത് അതൊക്കെ ശരിയാണ്, എങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് പറയുന്ന പോലെയുള്ള ഫീലിങ്സിൽ അതങ്ങനെയാണ് പറയാം. അപ്പൊ അത് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അത് കഴിയും. ഒന്നുകൂടി ഒന്ന് പൊടി തട്ടി ഒന്ന് ഭംഗിയാക്കി എടുത്തുവെച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ മിക്കവരും പറഞ്ഞു യു ആർ സെൽഫ് മോട്ടിവേറ്റഡ്, ഹാർഡ് വർക്കിംഗ്. ഓക്കെ ഓക്കെ, ആ സെൽഫ് മോട്ടിവേഷനും ഹാർഡ് വർക്കിങ്ങും ഇതിൻ്റെ അകത്തും കൂടി ഒന്ന് പ്രാവർത്തികമാക്കിയാൽ മതി. ഓക്കെ 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 ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പറയാതെ ബാക്കി വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോ കോമൺ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവേണ്ട. നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ, ഭാവി. അപ്പൊ ഭാവിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഫ്യൂച്ചർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. ഞാൻ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യും. ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. അതിൽ അടുത്ത് നമുക്ക് പറയാം ഐ വിൽ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. യു വിൽ കം ഹിയർ. നീ ഇവിടെ വരൂ. അപ്പൊ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഈ സബ്ജക്റ്റും വില്ലും പ്രസന്റ് ടെൻസും അത് വെർബ് ഉപയോഗിച്ച് പറയും. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ വിൽ സെക്യൂർ, SECUR, ഉറപ്പാക്കുക. ഐ വിൽ സെക്യൂർ എ ജോബ്, അല്ലെങ്കിൽ ഐ വിൽ സെക്യൂർ എ വർക്ക്, ഒരു ജോലി ഞാൻ ഉറപ്പാക്കും. ഐ വിൽ അറ്റൈൻ മോർ മണി, ധാരാളം പണം ഞാൻ നേടും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉള്ളിലുള്ള, ഭാവിയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉള്ള ഒരു കാര്യം സബ്ജക്റ്റ് വില്ല് പ്രസന്റ് ടെൻസ് അത് വെർബ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കും. ഐ വിൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ എന്നാണ്. ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈ പാരൻസ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഓരോരുത്തര് നിങ്ങളുടെ മനസ്സിലുള്ളതും ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം. സബ്ജക്റ്റ് ഐ ആണ്, വിൽ ഉപയോഗിക്കുക. ഐ വിൽ ഒരു ബാക്കി എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഐ വിൽ
ഐ വിൽ ഡ്രൈവ് മൈസെൽഫ്. അപർണ പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കും. ഓക്കെ, വെരി ഗുഡ് അപർണ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഐ വിൽ ഡ്രൈവ് മൈസെൽഫ്. നല്ല വാചകമാണ് പറഞ്ഞത്. അതുപോലെ ഭാവിയിലേക്ക് ഐ വിൽ ബൈ എ കാർ ഇൻ ഫ്യൂച്ചർ. ഐശ്വര്യ പറയുന്നു ഞാൻ ഭാവിയിൽ ഒരു കാർ വാങ്ങിക്കും. യെസ്, ഐ വിൽ ബൈ എ കാർ. യെസ്, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം വിൽ ഉപയോഗിച്ച് പറയും. ഐ വിൽ. അത്രയും വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അവിടെ പൂരിപ്പിച്ചാൽ മതി. ഐ വിൽ ഇഷ്ടമുള്ളതൊക്കെ പറയാല്ലേ. ഐ വിൽ മാരി എ ലവബിൾ മാൻ. സ്നേഹമുള്ളൊരു മനുഷ്യനെ ഞാൻ വിവാഹം കഴിക്കും. ഐ വിൽ മാരി എ വെൽത്തി മാൻ. ഐ വിൽ ബിൽഡ് ന്യൂ ഹൗസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ബിൽഡ് എന്ന് എഴുതിയാൽ മതി ശുഷ. ബിൽഡ് പാസസ് ആണ് BUILD. അപ്പോ ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി ഞാൻ പുതിയൊരു വീടുണ്ടാക്കും. അതാണ് ശുഷ പറഞ്ഞത്. ഐ വിൽ ബിൽഡ് എ ന്യൂ ഹൗസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. യെസ്. ഇനി നിങ്ങൾക്ക് ഒരു തീരുമാനമില്ല ജീവിതത്തിൽ, ഭാവിയിലെ കുറിച്ചൊരു തീരുമാനം. ഐ വിൽ ബൈ എ ന്യൂ ചെയർ. ജിൻഷ ബീബി പറയുന്നു ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിട്ട് ജിൻഷ ഇപ്പൊ വന്നില്ല. ജിൻഷ ബീബി പറയുന്നു ഐ വിൽ ബൈ എ ന്യൂ ചെയർ. പുതിയൊരു കസേര ഞാൻ വാങ്ങും. ഓക്കെ, ഐശ്വര്യ പറയുന്നു ഐ വിൽ അച്ചീവ് ബെറ്റർ കരിയർ ഇൻ ഹോസ്പിറ്റൽ ഫീൽഡ്. ഓക്കെ ഐശ്വര്യ, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. ഓക്കെ, ശുഷ പറയുന്നു ഐ വിൽ ബിൽഡ് എ ന്യൂ ഹൗസ് ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ശുഷ. ഐ വിൽ ബിൽഡ് എ ന്യൂ ഹൗസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ബിൽഡ് കഴിഞ്ഞാൽ പ്രസിഡൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കാൻ പാടുള്ളതാണ് ബിൽഡ് എന്ന് പറഞ്ഞത്. യെസ്, അടുത്തത്. ഓക്കെ ഓക്കെ ശുഷ. യെസ്, പല ആൾക്കാരുണ്ടല്ലോ, നിങ്ങളൊന്ന് ബില്ല് ഉപയോഗിച്ചിട്ട് വാചകം പറ. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുന്നൊരു വാചകം. I will go to Saudi Arabia. I will go to Saudi Arabia. Very good, very good. Yes. Okay. Will ഉപയോഗിക്കുക, സബ്ജക്റ്റ് ഉപയോഗിക്കുക, ഈ will ഉപയോഗിക്കുക. I will take my dream trip this year. Okay, okay, okay. ശ്രീലക്ഷ്മി പറയുന്നു എന്റെ സ്വപ്നതുല്യമായ ഒരു ട്രിപ്പ് ഉണ്ട്, അത് ഈ പ്രാവശ്യം ഞാൻ പോകും. ഐ വിൽ ഗോ ടു ആൻ ഇന്റർനാഷണൽ ട്രിപ്പ്. ഐശ്വര്യ പറയുന്നു ഞാൻ ഒരു അന്താരാഷ്ട്ര ട്രിപ്പ് നടത്തും. യെസ്, ഔട്ട്സൈഡ് ഇന്ത്യ. വെരി ഗുഡ്. യെസ്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം, ഒരു ആഗ്രഹം, അത് വലിയ ഉപയോഗിച്ച് പറയും. ഐ വിൽ ട്രൈ ടു എ ന്യൂ ജോബ്. ഓക്കെ ജിൻഷ ബേബി, പുതിയൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കും. യെസ്, അപ്പൊ നിലവില് ജിൻഷ ബേബി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി പറയുന്നത് ഐ വിൽ മീറ്റ് മൈ ന്യൂ ഫ്രണ്ട്. എന്റെ പുതിയ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടും. ഓക്കെ, ഐ വിൽ ഗോ ടു സ്വിറ്റ്സർലൻഡ്. ആതിര രാജ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി ഇതിന്റെ തന്നെ നമ്മളൊരു നെഗറ്റീവ് വാചകം പറയുമെന്ന് വിചാരിക്കും. നെഗറ്റീവ് പറയുമ്പോൾ ആ വില്ല് കഴിഞ്ഞിട്ട് ഒരു നോട്ട് നമ്മുടെ ചേർത്താൽ മതി. വില്ല് കഴിഞ്ഞിട്ട് നോട്ട് എന്ന് ചേർത്ത് കഴിഞ്ഞാല് ഭാവിയിൽ നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യമായി. ഓക്കെ, ഐ വിൽ നോട്ട് ഗോ ടു കാനഡ. ഞാൻ കാനഡയിലേക്ക് പോകില്ല. ഐ വിൽ നോട്ട് ഗോ ടു കാനഡ. ഐ വിൽ നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്. ഞാൻ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കില്ല. ഐ വിൽ നോട്ട് യൂസ് ടീ. ഞാൻ ചായ കുടിക്കില്ല.
അപ്പൊ ആ വില്ല് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ചെയ്യില്ല എന്ന് പറയുന്ന കാര്യം അത് വേണമെങ്കിൽ പറയാം. അപ്പൊ നോട്ട് ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യണ്ട എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളില്ലേ, ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം അത് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പറയും ഐ വിൽ നോട്ട് യൂസ് ആൽക്കഹോൾ, ഞാൻ ആൽക്കഹോൾ ഉപയോഗിക്കില്ല. ഐ വിൽ നോട്ട് പണിഷ് മൈ ചിൽഡ്രൻ, ഞാൻ എന്റെ കുട്ടികളെ ശിക്ഷിക്കില്ല, അടിക്കില്ല. ഐ വിൽ നോട്ട് ഓക്കെ, അക്ഷയ് സുരേഷ് പറയുന്നു വളരെ ആത്മാർത്ഥത്തോടുകൂടി പറയുന്നു ഐ വിൽ നോട്ട് യൂസ് ഡ്രഗ്സ്, ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒരു ഐ വിൽ നോട്ട് എക്സസൈസ് ടുഡേ, ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്യില്ല. ഓക്കെ. ഐ വിൽ നോട്ട് യൂസ് ഹോട്ടൽ ഫുഡ്, ജിഷ്ണ ബേബി പറയുന്നു ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കില്ല. യെസ്. ഓക്കെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പറയാം, വിൽ നോട്ട് വെച്ച് പറയാം. ഐ വിൽ നോട്ട്, അതിനകത്ത് ഐശ്വര്യ ബി കൂടി ചേർക്കേണ്ടി വരും. ഐ വിൽ നോട്ട് ബി ആംഗ്രി ഫോർ എനിവൺ. സുരേഷിന് പറയുന്നു ഐ വിൽ നോട്ട് മേക്ക് അതേഴ്സ് സാഡ്, ഞാൻ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കില്ല. ഐ വിൽ നോട്ട് ഗെറ്റ് എ ഗവൺമെന്റ് ജോബ്, എന്താണ് അങ്ങനെ പറയാൻ കിട്ടൂലേ? യെസ്. ഐ വിൽ നോട്ട് prepare dinner for today. Okay, Sunaina, I will not eat fish curry. Aparna, I will not study German language. Okay, correct language. Yes. Yes. ഇനി ആർക്കെങ്കിലും വില്ല് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തിട്ട് ഒരു വാചകം, ആ വാചകത്തിലൂടെ നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പറഞ്ഞ ശരിയാ? സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് അത് നമ്മൾ പറഞ്ഞു. ഇനി സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, നോട്ട് നോട്ട്. ഐ വിൽ നോട്ട് ട്രബിൾ എനിവൺ. ഓക്കെ, നല്ലൊരു അഭിപ്രായമാണ് മുർഷിദ മജീദ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഐ വിൽ നോട്ട് ട്രബിൾ എനിവൺ. യെസ്, ഐ വിൽ നോട്ട് ട്രബിൾ എനിവൺ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയും. ഐ വിൽ നോട്ട് ട്രബിൾ എനിവൺ. യെസ്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാവന ഉണരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർബന്ധിച്ച് പറയണേ. അപ്പൊ വില്ല് വെച്ചിട്ടുള്ള ഉപയോഗവുമാവും വില്ലോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപയോഗവുമാവും. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ആ ഒരു സംഗതി അവസാനിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ പോസിറ്റീവായ വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെഗറ്റീവായ വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിന്റെ തന്നെ ഇൻട്രോഗേറ്റീവായ, അതായത് ചോദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ഞാനിപ്പോ നിങ്ങൾ കുടിക്കും, യു വിൽ ഡ്രിങ്ക്. നിങ്ങൾ കുടിക്കില്ല, യു വിൽ നോട്ട് ഡ്രിങ്ക്. അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കുടിക്കുമോ? അപ്പോ നിങ്ങൾ കുടിക്കുമോ എന്നുള്ളതിന് ആ നോട്ട് അങ്ങോട്ട് കളയുക, നോട്ട് വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ആ വിൽ എന്ന് പറയുന്ന വേർഡ് ആദ്യം പറയുക. നോട്ട് കളയുന്നു, വിൽ എന്ന് പറയുന്ന വേർഡ് ആദ്യം പറയുന്നു. അപ്പൊ എന്തായി? വിൽ യു ഡ്രിങ്ക്, നിങ്ങൾ കുടിക്കുമോ? വിൽ യു ഡ്രിങ്ക്. വിൽ യു കം, നിങ്ങൾ വരുമോ? വിൽ യു റീഡ് ന്യൂസ് പേപ്പർ, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമോ? വിൽ യു ടീച്ച് മീ, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ? അപ്പൊ വില്ല് ആദ്യം വന്നു കഴിയുമ്പോൾ ഒരു ഭാവിയിലേക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, ചോദ്യമായിട്ട് അത് മാറും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി വില്ല് ആദ്യം വെച്ചിട്ട്. നിങ്ങളുടെ കൂട്ടുകാരോടോ, വിൽ യു ടെൽ അസ് എ ട്രൂത്ത്? കൊള്ളാലോ ദേന. വിൽ യു ഹെൽപ്പ് മീ? ഓക്കെ ശ്രീലക്ഷ്മി. വിൽ യു ഡ്രൈവ് വിത്ത് മീ? ഓക്കെ, യെസ്.
Okay. ശരിയാണ്, എഴുതിയതൊക്കെ ശരിയാണ്. Okay. Will you drink a cup of coffee? Okay. Very good. Will you marry me? Okay, Shusha. Will you marry me? Josna David. Okay. അതൊക്കെ നമുക്ക് പല സിനിമകളിലൊക്കെ വന്നിട്ടുള്ള വാചകമാണ് അല്ലേ? കവിതാക്കൾ തമ്മിൽ ചോദിക്കുന്നത് will you marry me? Yes. Okay. Yes. അടുത്ത പറയും വില്ല് വെച്ച് വരുന്ന മറ്റു വാചകങ്ങൾ. Will you come with me? ഐശ്വര്യ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. Will you come with me? നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരാമോ? Okay. Yes. Okay. Will you play with me? Okay, അപർണ. Yes. Okay. നിങ്ങളുടെ വീട്ടില് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ബില്ല് വെച്ച് ചോദ്യം ചോദിച്ചാൽ ആരോടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ബില്ല് വെച്ച് വരുന്ന ഒരു ചോദ്യം ചോദിക്കുക, കറക്റ്റ് ആയിരിക്കും. Will you prepare fish curry? ഫിഷ് കറി ഉണ്ടാക്കുമോ? Will you cook with me? Okay, ജോസ്ന, കറക്റ്റ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടാൽ മതി. കറക്റ്റ്. ബില്ല് വരുമ്പോൾ ചോദ്യമായിട്ട് മാറുകയാണ്. പുട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഓൾസോ. യെസ്. ഇനി ഓക്കെ, ഇനി ആർക്കെങ്കിലും എനിബഡി? Will you clean with me? Okay. Will you clean the room with me? ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായി. Okay, very good. Yes. Okay. അപ്പോ will you come to my home? Okay, Adira. Will you come to the temple tomorrow? Okay, Sulishmi. Will you gardening with me? അപ്പൊ ING നമുക്കൊന്ന് കളയണം. വില്ല് കഴിയുമ്പോൾ ING വരില്ല. ഓക്കെ, വില്ല് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ശരിയാണെന്ന് ഓർത്താൽ മതി. ING വരുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ് വരുന്നത്, അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ. Will you wash clothes with me? Okay, Shusha. Very good. Will you wait for me? Okay, Diana. Yes. ഇനി ആർക്കെങ്കിലും? Okay. Will you work with me? Okay, Martin. Yes. Okay. അപ്പോ നമ്മൾ ഇന്ന് നോക്കിയത് വിൽ എന്ന് പറയുന്ന അതിന് സിമ്പിൾ ഫ്യൂച്ചറിന്റെ 3 ടൈപ്പുള്ള വാചകങ്ങളെ കുറിച്ചിട്ടാണ്. പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻട്രോഗേറ്റീവ്. പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻട്രോഗേറ്റീവ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കൊരു വിഷയം പറയാം. ആ വിഷയത്തെ കുറിച്ച് അപ്പോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. 2 വാചകമോ 1 വാചകമോ അതിനെ കുറിച്ച് പറയാം. ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്ട് ഞാൻ പറയുന്നു, ആ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ പറയുക. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചോദ്യത്തിന്റെ ആൻസറുകളിൽ എല്ലാത്തിലും ആദ്യത്തെ അക്ഷരം R ആണ്. റെഡ് എന്ന് പറയുന്നതിന്റെ R എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, ഗെറ്റ് റെഡി. ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ആദ്യം ഉത്തരം പറയുന്നതും ആദ്യം ഉത്തരം എഴുതുന്നതുമായ ഒരാളെയാണ് നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചു കൊടുക്കും. യെസ്, ആദ്യം ഉത്തരം പറയുകയും ആദ്യം ഉത്തരം എഴുതുകയും. ഓക്കെ, നമുക്ക് 22 പേരുള്ളതിന്റെ പേരിൽ പ്രശ്നമില്ല. 21 പേരുള്ളതിന്റെ പേരിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, DROPLETS,
falling from clouds. Rain. Rain. ഓക്കെ, ആദ്യം പറഞ്ഞത് അപർണയാണ്. അപ്പൊ അപർണയ്ക്ക് ഞാൻ പരിഗണിക്കും, അപർണയെയും ശുഷയെയും പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ശുഷയാണ് എഴുതിയത്. ഓക്കെ, അപർണ ആദ്യം പറയുകയും ശുഷ ആദ്യം എഴുതുകയും ചെയ്തു. ആദ്യം പറയുക, ആദ്യം എഴുതുക. ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം, സിമ്പിൾ ആ ചോദ്യം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ആറിൽ ആരംഭിച്ചല്ലോ. ആർച്ച് ഓഫ് കളേഴ്സ്, ആർച്ച് ആർച്ച് ഓഫ് സ്കൈ. ഓ, വെരി ഗുഡ് അപർണ. ഞാൻ ചോദ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. അക്ഷയാണ് എഴുതിയേക്കുന്നത്, റെയിൻബോ. അപ്പൊ എഴുതിയേക്കണിൽ ആദ്യം വന്നേക്കണ അക്ഷയാണ്. യെസ്, റെയിൻബോ. മറ്റേ റെഡ് എന്നാണ് വന്നത്. റെയിൻബോ, ആർച്ച് ഓഫ് കളേഴ്സ്, കളറിന്റെ ഒരു ആർച്ച്, ആർച്ച് പോലെയുള്ള മഴവില് വന്നത്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A circular gold branch worn, worn on a finger. Ring. Aishwarya is a correct answer. Aishwarya and Akshay. Okay, 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 okay. Aishwarya and Akshay. Aishwarya Akshayku കൊടുത്തിട്ടുണ്ട് പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. A circular, വൃത്താകൃതിയിലുള്ള ഗോൾഡ് ബ്രാഞ്ച്, ഗോൾഡ് ബ്രാൻഡ് ഓൺ എ ഫിംഗർ, വിരലിൽ ധരിക്കുന്നത്. അതെന്താണത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിംഗ്. ഓക്കെ, that answer is correct. Next question. A place where to board, BOARD, board trains, TRAINS. A place where to board, BOARD, board trains. Simple അല്ലേ? Bombay. Place. ബോംബെ എന്ന് പറയുമ്പോൾ ബി അല്ലേ? ആറി തുടങ്ങണം. ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ മതി. A place where to board, BOARD, board trains. Railway. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ, സുനൈന എവിടെയാണ് ഇത് വന്നു നിൽക്കുന്നത്? ബോഡി എവിടെയാണ് ചോദിച്ചത്. അപ്പൊ ഡയാനക്ക് തരാം. സുനൈന, ഓക്കെ, ഡയാന റെയിൽവേ സ്റ്റേഷനാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എ പ്ലേസ് വെയർ ടു ബോർഡ് ട്രെയിൻസ് വന്നു നിൽക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്ത് നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. എ തിക്ക് കാർപ്പറ്റ്, carpet, 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 that covers a small area. A thick carpet that covers a small area. A thick carpet that covers a small area. Your answer should begin with the letter R. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാൻ പോയിന്റ് റഗ് എന്നാണ്. RUG. റൂം അല്ല, റഗ്. ശ്രീലക്ഷ്മി, ഒരു കാർപ്പറ്റ് ദാറ്റ് കവേഴ്സ് സ്മോൾ, ചെറിയൊരു ഏരിയ കവർ ചെയ്യുന്ന കാർപ്പറ്റ്. അതായത് നമ്മൾ പരവതാനി എന്നൊക്കെ പറയില്ലേ, ആ സംഗതിയാണ് റഗ്, RUG. അപ്പോ അത് ഉത്തരം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്മോൾ മെഷീൻ ദാറ്റ് കൺട്രോൾസ് TV. Remote. അപ്പൊ ഐശ്വര്യ സുരേന ഉണ്ട്, ഞങ്ങളുടെ ഒപ്പം വന്ന് എഴുതിയതിൽ ശുഷ വന്നു. ഐശ്വര്യ, സുനൈന ആൻഡ് ശുഷ. ഓക്കെ ഓക്കെ. റിമോട്ട് ഇസ് എ കറക്റ്റ് ആൻസർ. എ സ്മോൾ മെഷീൻ ദാറ്റ് കൺട്രോൾസ് TV ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്തത് ചോദ്യം ഇത്തിരി വലുതാണ്, ഉത്തരം സിമ്പിൾ ആണ്. ഓക്കെ. എ തിക്ക്, THICK, strong cord, CORD, cord made by twisting, TWIST, made by twisting strands, STRINDS, stands together. I will repeat the question. A thick, strong cord made by twisting. Okay, എന്താണ് പറഞ്ഞത്?
കുലൈത്തറാണ്. അല്ല. ശ്രീലക്ഷ്മി, your answer is correct. റോപ്പ് ആണ്, റോപ്പ്. ഓക്കെ, എ തിക്ക് സ്ട്രോങ് കോഡ്, വലിയ വണ്ണമുള്ള ഒരു ചരട്, അല്ലെങ്കിൽ ചരട് തന്നെ കോഡ്. മെയ്ഡ് ബൈ ട്വിസ്റ്റിംഗ് സ്റ്റാൻഡ്, ചെറിയ നൂലുകൾ ഇണ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന വലിയ ചരട്. എന്നെ നമ്മൾ പറയുന്ന പേര് എന്താണ്? റോ. ഓക്കെ 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 ഓക്കെ. അടുത്തത് എലിവേറ്റഡ് ട്രാക്ക് റൈഡ്സ്, RIDS, in amusement park. Elevated track rides in amusement park. നമ്മള് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ചെല്ലുമ്പോ പല സംഗതികള് റൺവേ അല്ല, വേറൊരു പേരുണ്ട് ഐശ്വര്യ, അതല്ല, റോപ്പ് അല്ല. ഇങ്ങനെ നമ്മൾ പല സാധനങ്ങൾ ഇങ്ങനെ കയറിറങ്ങി പോകണം കണ്ടിട്ടില്ലേ? അതിനൊരു പേര് പറയും. ഓക്കെ ഡയാന, യു ആർ റൈറ്റ്. അതിന്റെ കൂടെ വേറെ വാക്കുകൂടെ ഉണ്ട്. അപ്പൊ ഡയാനയാണ് ആദ്യം എഴുതി കാണിച്ചത്. ഡയാന നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഓക്കെ ഡയാന, ഓക്കെ 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 ഓക്കെ. റോളർ കോസ്റ്റർ, അതാണ് അതിന്റെ പേര്. ROLLERCOST, റോളർ കോസ്റ്റർ. ഓക്കെ ഡയാന, കറക്റ്റ് ആണ്. അപ്പൊ ഡയാനക്കാണ് അതിന്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ upper covering of the building. Roof. Okay, Aparna is the correct answer. Aparna and Shusha എഴുതി കാണിച്ചത് അല്ലേ? Aparna and Shusha. Okay. Roof. Upper covering of a building is called roof. Okay. അടുത്തത്. A machine resembling a human being doing complex task, TASKs. A machine. Akshay, your answer is right. Akshay, ചില കാര്യങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആണ്. ഓക്കെ. അക്ഷയ്, വെരി ഗുഡ്. ഓക്കെ, നോക്കി. എ മെഷീൻ റിസംബ്ലിംഗ്, തോന്നുന്നത്, ഇതുപോലെ ഹ്യൂമൻ, മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു മെഷീൻ. ഡൂയിങ് കോംപ്ലക്സ് ടാസ്ക്, സങ്കീർണമായ ജോലികൾ ചെയ്യുന്ന മനുഷ്യനെ പോലെ തോന്നുന്ന സംഗതി, അത് റോബോട്ടാണ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അടുത്തത്. എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റണ്ണേഴ്സ്, ഹോഴ്സസ് ഓർ വെഹിക്കിൾസ്. എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റണ്ണേഴ്സ്, ഹോഴ്സസ് ഓർ ശ്രീലക്ഷ്മി ആൻഡ് ഐശ്വര്യ. ഓക്കെ, ശ്രീലക്ഷ്മി ആൻഡ് ഐശ്വര്യ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ. ഞാൻ വീട്ടിൽ ചോദ്യങ്ങൾ എന്നാണ് വിചാരിച്ചത്. ഓക്കെ. അപ്പോ ഇന്ന് മെച്ചപ്പെട്ട നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവുള്ളൂ. ഒരെണ്ണം മാത്രം പുറത്തു പോയുള്ളൂ. ബാക്കിയുള്ള ഉത്തരം നിങ്ങൾക്കും അറിയാമായിരുന്നു. 1-2 മാത്രമേ പുറത്തു പോയുള്ളൂ. ഓക്കെ. അത് അധികം പരിചയമില്ലാത്ത വാക്കുകളാണ്, അപ്പൊ അതുകൊണ്ട് പിടിക്കണ്ട. ഓക്കെ. അപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റുമായിട്ട് ഞാൻ നിൽക്കുന്നു. ശ്രീലക്ഷ്മിയും ഡയാനയും സുനൈനയും 2 പോയിന്റുമായിട്ട് എന്റെ തൊട്ട് മുന്നിലുണ്ട്. സുനൈന, ഡയാന ആൻഡ് ശ്രീലക്ഷ്മി 2 പോയിന്റുമായിട്ട് എന്റെ മുന്നിലുണ്ട്. യെസ്. ഇനി അപർണയും ഐശ്വര്യയും ശുഷയും അക്ഷയും അവര് 3 പോയിന്റുകളുമായിട്ട് നേരത്തെ പറഞ്ഞ സുസൈനയുടെയും ദയാനയുടെയും മുന്നിലുണ്ട്. ഓക്കെ, അവരുടെയും മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അപർണ, ഐശ്വര്യ, ശുഷ ആൻഡ് അക്ഷയ് 3 പോയിന്റ്. സുനൈന, ഡയാന 2 പോയിന്റ്. ഡയാന ആൻഡ് ശ്രീലക്ഷ്മി 2 പോയിന്റ്. ഓക്കെ. ഇതാണ് പോയിന്റ് നിലവാരം. പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിട്ടൊരു ചോദ്യമാണത്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ നിങ്ങളുടെ പ്രകടനം നന്നായിരുന്നു. എന്തെങ്കിലും ഇതേപോലെ വരുമ്പോഴേ അതിനകത്ത് പങ്കെടുക്കുക, പറയുക. തെറ്റത് തെറ്റിക്കോട്ടെ,
അതൊന്നും നമ്മൾ വിഷയമേ ആക്കണ്ട. തെറ്റെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. ഇനി പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വിചാരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പൊ അത് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതിന്റെ പേരിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഡിലേ വന്നത്. അപ്പൊ ഇത് ഞാൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചിന്തിക്കേണ്ട. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ നിങ്ങളിങ്ങനെ കേട്ട് എന്തെങ്കിലും പഠിക്കല്ലേ. ഇതിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു വ്യത്യസ്ത അനുഭവപ്പെടും. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. ഓക്കെ, Thank you, sir. Thank you, sir. ഓക്കെ, 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 ഓക്കെ.